തയ്യാറാക്കിയ പട്ടയങ്ങൾ പോലും വിതരണം ചെയ്യാതെ സർക്കാർ ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. 3000-ഓളം പട്ടയങ്ങളുടെ വിതരണമാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തടസ്സപ്പെട്ടിരിക്കുന്നത്. കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നൽകിയിട്ടില്ലെന്നും വ്യാജ പട്ടയങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സത്യവാങ്മൂലം നൽകിയാൽ പരിഹാരമാകുന്ന വിഷയമാണ് സർക്കാർ അനാസ്ഥ മൂലം സങ്കീർണമായത്. വന്യജീവി ശല്യവും വനംവകുപ്പിന്റെ കടന്നുകയറ്റവും മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ വിദേശ ഫണ്ട് വാങ്ങി വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും ഇതിന് ജനങ്ങൾ മറുപടി നൽകുമെന്നും അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. തയ്യാറാക്കിയ പട്ടയങ്ങൾ പോലും വിതരണം ചെയ്യാതെ സർക്കാർ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 3000-ഓളം പട്ടയങ്ങളുടെ വിതരണമാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തടസ്സപ്പെട്ടിരിക്കുന്നത്. കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നൽകിയിട്ടില്ലെന്നും വ്യാജ പട്ടയങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സത്യവാങ്മൂലം നൽകിയാൽ പരിഹരിക്കാവുന്ന വിഷയമാണ് സർക്കാർ അനാസ്ഥ മൂലം സങ്കീർണമായത്. പതിറ്റാണ്ടുകളായി പട്ടയത്തിന് കാത്തിരിക്കുന്ന മലയോര ജനതയോടുള്ള വഞ്ചനയാണിത്. ബഫർ സോൺ, റിസർവ് ഫോറസ്റ്റ് വിഷയങ്ങളിലും ജനങ്ങളെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. എല്ലാം ജനറലൈസ് ചെയ്തു പോവാണ്. ഇവിടെ ഇടുക്കി മുഴുവൻ കൈയേറ്റക്കാരാണ് എന്നുള്ള കോടതി സാധൂകരിക്കുമ്പോൾ അത് ശരിയാണെന്നുള്ളൊരു സ്ഥാപിക്കലല്ലേ അതിനെ കൗണ്ടർ ചെയ്യാതിരിക്കുമ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വശം കൂടി തിരിച്ചാണ് അഭിപ്രായമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നടപടി സ്വീകരിക്കുന്നത്. ഇതിപ്പോ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി ഒരു പട്ടയമേള ഉണ്ടാകുന്നില്ല. അപ്പോൾ എത്രയോ വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് ഈ ഗവൺമെന്റ് നിഷേധിച്ചത്. അതൊരു വലിയ ഒരു തെറ്റാണ്. ആ തെറ്റിനെതിരെ ജനവികാരമുണ്ട്. ആ ജനവികാരം ഐക്യജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മതികെട്ടാനിൽ 1 കിലോമീറ്റർ ബഫർ സോണായി തീരുമാനിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കിയത് തിരുത്താൻ സുപ്രീംകോടതി വിധിക്ക് ശേഷം നടപടി സ്വീകരിക്കാത്തത് ഇതിന്റെ ഭാഗമാണ്. ചിന്നക്കനാൽ റിസർവ് ഫോറസ്റ്റിന്റെ കരട് വിജ്ഞാപനം മരവിപ്പിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും എം മണി MLA ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ പറഞ്ഞിരുന്നു. ഇതിനുള്ള ഒരു നടപടിയും നാളിതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. വന്യജീവി ശല്യവും വനം വകുപ്പിന്റെ കടന്നുകയറ്റവും മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ വിദേശ ഫണ്ട് വാങ്ങി വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും ഇതിന് ജനങ്ങൾ മറുപടി നൽകുമെന്നും ഡീൻ കുര്യാക്കോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, DCC വൈസ് പ്രസിഡന്റ് PV സ്കറിയ, അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി K വർഗീസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.